എല്ലാവർക്കും നമസ്കാരം. HSST ഇംഗ്ലീഷ് 2026 പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 30 ദിവസം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HSST ഇംഗ്ലീഷ് 2026 പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 30 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ സിലബസ് മുഴുവൻ കവർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇനി ഒരാദ്യം വേണ്ട. സിലബസിൽ നിന്ന് സക്സസിലേക്ക് എത്താനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ റോഡ് മാപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഫുൾ സിലബസ് സ്ട്രാറ്റജി, അതുപോലെ എക്സ്ട്രാ ഇൻഫോ നൽകുന്ന PYQs, അതുപോലെ കേരള റിനൈസൻസ്, അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മിഷനിലേക്ക് കടക്കാം. സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വ്യക്തമായി അറിയണം. പാർട്ട് 1-ൽ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ലിംഗ്വിസ്റ്റിക്സും ആണുള്ളത്. ഇതിന് 70 മാർക്കാണ് വരുന്നത്. പിന്നെ പാർട്ട് 2-ല് റിസർച്ച് മെത്തഡോളജി, ഇംഗ്ലീഷ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അത് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പാർട്ട് 3-ല് ജനറൽ നോളജും കേരള റിനൈസൻസും ആണുള്ളത്. അത് 20 മാർക്കിനാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പൊതുവെ വരുന്നത് ഈ കേരള റിനൈസൻസ് പാർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. ആദ്യത്തെ ആഴ്ച നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഏറ്റവും അധികം മാർക്ക് കവർ ചെയ്യുന്ന ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ചോസർ മുതൽ മിൽട്ടൺ വരെയുള്ള കവിതകൾ, നാടകങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അഗസ്റ്റൻ ഏജ്, റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ ഏജ്, ആ ടൈം പീരീഡ് കവർ ചെയ്യണം. വിക്ടോറിയൻ ജയൻസ് ആയ ടെന്നിസൺ, ബ്രൗണിങ്, ഇതൊക്കെ കവർ ചെയ്യണം. ഒരു ക്വിക്ക് ടിപ്പ് തരാം. ചില പ്രധാനപ്പെട്ട കൃതികളുണ്ട് ഈ ടൈം പീരീഡിൽ. ഉദാഹരണത്തിന് ലിറിക്കൽ ബാലറ്റ്സ് പോലെയുള്ള പ്രധാനപ്പെട്ട കൃതികളുടെ പബ്ലിക്കേഷൻ വർഷങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഏതാണ് ലിറിക്കൽ ബാലറ്റ്സിന്റെ പബ്ലിക്കേഷൻ ഇയർ? 1798 ആണ് അല്ലെ. അതുപോലെ പ്രധാനപ്പെട്ട ലിറിക്കൽ ലിറ്ററേച്ചർ വർക്ക്സിന്റെ ഇയർ പ്രത്യേകം മനസ്സിൽ ഓർത്തു വെക്കണം. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നത് ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് റിനൈസൻസ് കവർ ചെയ്യണം. ചോസർ, സ്പെൻസർ, അതുപോലെ എലിസബത്ത് പീരീഡിലെ സോണറ്റ്സ്, പിന്നെ ഷേക്സ്പിയറിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ജക്കോബിയൻ ഏജ്, ആ ടൈമിലെ ട്രാജഡീസ്, കോമഡീസ്, യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യണം. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രി, നിയോ ക്ലാസിസിസം, ഡണ്ണിന്റെയും മിൽട്ടന്റെയും, പ്രത്യേകിച്ച് പാരഡൈസ് ലോസ്റ്റിലൊക്കെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ബേസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ആ പീരീഡ് കവർ ചെയ്യണം. പിന്നെ റൊമാൻറ്റിക്, വിക്ടോറിയൻ ഏജ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീക്കിൽ ഒരു ക്വിക്ക് റിവിഷൻ നടത്തണം. റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജിലെ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, ടെന്നിസൺ, ബ്രൗണിങ്, ആർണോൾഡ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതുപോലെ അതിൽ തന്നെ ദ സ്റ്റഡി ഓഫ് പോയട്രി, ആർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് കൾച്ചർ ആൻഡ് അനാർക്കി, ഇത് പ്രധാനപ്പെട്ട പോർഷൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് പോവാം. സെക്കൻഡ് വീക്കില് നമ്മൾ മോഡേണിസത്തിലേക്കും വേൾഡ് ലിറ്ററേച്ചറിലേക്കുമാണ് പോകുന്നത്. 9 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ദ വേസ്റ്റ് ലാൻഡ്, മോഡേണിസ്റ്റ് പോയട്രി ഒക്കെയാണ് നോക്കേണ്ടത്. കൂടാതെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ കമലാദാസ്, നസീം സൈക്കൽ, ടാഗോർ, അമേരിക്കൻ പോസ്റ്റ് കൊളോണിയൽ വോയിസസ്, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഉദാഹരണത്തിന് നമ്മുടെ കമലാദാസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSCക്ക് പലപ്പോഴും ആവർത്തിച്ച് വരുന്നത് കാണാറുണ്ട്. സോ അങ്ങനത്തെ ടോപ്പിക്സ് കമലാദാസ്, നസീം സൈക്കൽ ഒന്നും ടാഗോർ ഒന്നും ഒഴിവാക്കരുത്, പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. അപ്പൊ സെക്കൻഡ് വീക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് മോഡേണിസം, എസ്പെഷ്യലി TS എലിയറ്റ്, വേസ്റ്റ് ലാൻഡ്, അതിൽ പ്രധാനപ്പെട്ടതാണ് WB യീറ്റ്സ്, വിർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, ഇവരെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ വാൾട്ട് വിറ്റ്മാൻ, ഡിക്കിൻസൺ, ഫ്രോസ്റ്റ്, മില്ലർ, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എഴുതിയ ആർത്തർ മില്ലർ, ആൻഡ് ഏണസ്റ്റ് ഹെമിംഗ്വേ, ഇവരെയൊക്കെ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ടത് അവരായി വരുന്നത് തോറുദത്ത്, സരോജിനി നായിഡു, ടാഗോർ, നസീം സൈക്കൽ, കമലാദാസ്, കണ്ടംപററി നോവലിസ്റ്റ് ആയ അരുന്ധതി റോയ്, അമിതാവ് ഘോഷ്, ഇവരൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ആഫ്രിക്കൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ റൈറ്റേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചിനുവ അച്ചബെ, സോയിങ്ക്യ,
മാർഗരറ്റ് അറ്റ്വുഡ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഫുൾ സിലബസ് വായിച്ച് ഇതിന്റെ ടോപ്പിക്സ് കണ്ടുപിടിച്ച് മെറ്റീരിയൽ സംഘടിപ്പിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിനെ ആശ്രയിക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ PYQ സെഷൻസും അതുപോലെ എക്സ്ട്രാ ഇൻഫോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ സെഷൻസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഇനിയാണ് നമ്മളൊരു ഹെവി സ്കോറിംഗ് ഏരിയയിലേക്ക് കടക്കുന്നത്. ലിറ്റററി തിയറി, ക്രിറ്റിസിസം ആൻഡ് ലിംഗ്വിസ്റ്റിക്. മൂന്നാമത്തെ ആഴ്ച ഈ ഹെവി ഹിറ്റേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസം, ഫെമിനിസം, കൾച്ചറൽ സ്റ്റഡീസ്, അങ്ങനത്തെ ലിറ്റററി തിയറികളും ലിംഗ്വിസ്റ്റിക്സിലെ ഫോണറ്റിക്സ്, മോർഫോളജി, ഇതൊക്കെയാണ് ഈ ടൈം പീരീഡിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗങ്ങൾ. അതിൽ തന്നെ ലോറ മാൽവിയുടെ മെയിൽ ഗേസ്, ആന്റോണിയോ ഗ്രാംസിയുടെ ഹെജിമണി, അങ്ങനെ ചില കൺസെപ്റ്റുകളുണ്ട്. ചില ഓതേഴ്സിന്റെ ചില പെർട്ടിക്കുലർ കൺസെപ്റ്റുകൾ ഇത് ആരുടെയാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഒന്നുകൂടി പറയാം, ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്നുള്ള പാർട്ടിൽ മെയിൻ ആയിട്ട് ക്ലാസിക്കൽ ടൈം മുതൽ മോഡേണിസ്റ്റ് ക്രിറ്റിസിസം വരെയുള്ള ആളുകളെ നോക്കണം. ഉദാഹരണത്തിന് അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ്, സിഡ്നി, ജോൺസൺ, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട ക്രിറ്റിക്സ് ആണ്. ലിറ്റററി തിയറിയില് സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, മാർക്സിസം, ഫെമിനിസത്തിൽ തന്നെ ജൂഡിത്ത് ബട്ട്ലർ, ലോറ മാൽവി, അവരൊക്കെ ഫോക്കസ് ചെയ്യേണ്ടവരാണ്. പിന്നെ പോസ്റ്റ് കൊളോണിയലിസം, എഡ്വേർഡ് സൈഡ്, ഹോമി ജെ ബാബ, സ്പിവാക്ക്, ഇവരെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഫോണറ്റിക്സ്, മോർഫോളജി, സിൻടാക്സ്, ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കൾച്ചറൽ സ്റ്റഡീസിൽ സ്റ്റുവേർട്ട് ഹാൾ, റെയ്മണ്ട് വില്യംസ് ആൻഡ് പോപ്പുലർ കൾച്ചറൽ തിയറീസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട ടോപ്പിക്സ് പറയുന്നുണ്ടല്ലോ, ഈ ടോപ്പിക്സ് തന്നെ ഇപ്പോൾ ഗൂഗിൾ ജെമിനയിലോ അല്ലെങ്കിൽ ChatGPT-യിലോ അടിച്ചു കൊടുത്താൽ ആ ടോപ്പിക്കിൽ നിന്ന് പ്രധാനപ്പെട്ട ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ഏരിയാസും PYQs ഒക്കെ അതിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഒരുപാട് സമയം ഈ മെറ്റീരിയൽസ് സെർച്ച് ചെയ്ത് കളയുന്നത് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളുടെ പഠനം ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. പ്രധാനപ്പെട്ട ഈ ടോപ്പിക്സ് പറയുന്നവരെ എന്തായാലും കവർ ചെയ്യുക. പ്രത്യേകിച്ച് ഇത്തരം AI ടൂൾസ് ഒക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. നാലാമത്തെ ആഴ്ച നമ്മുടെ ഫൈനൽ സ്പ്രിന്റ് ആണ്. കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ നോക്കണം. വൈകുണ്ഠസ്വാമികൾ, ചാന്നാർ ലഹള, സഹോദര പ്രസ്ഥാനം, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആഴത്തിൽ നോക്കണം. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പൊ MLA 9th എഡിഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ PYQ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി സോൾവ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഒരു ടാർഗറ്റ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് വെക്കുക. അത്രയും PYQ ക്വസ്റ്റ്യൻസ് ഡെയിലി ആൻസർ ചെയ്യാം. അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് PYQ ചെയ്ത് പ്രാക്ടീസ് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏതൊക്കെ ടോപ്പിക്സ് നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസാ വരുന്നത് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായി വരും. നമ്മൾ പഠിക്കുമ്പോഴും അത്തരം പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ട് ആവും പിന്നെ നമ്മുടെ പഠനവും മുന്നോട്ട് പോവാം. അപ്പൊ PYQ ഒരിക്കലും ഒഴിവാക്കരുത്. PYQ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 5-10 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം നോക്കാൻ പറ്റിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു ഡേ ടു ഡേ സ്ട്രാറ്റജി കൂടി പറഞ്ഞുതരാം. ബുദ്ധിപരമായിട്ടും നിങ്ങൾക്ക് പഠിച്ച് ഈ അത് കവർ ചെയ്യാൻ നമ്മുടെ ഏറ്റവും പഠിക്കാൻ പറ്റുന്ന ടൈം ഫ്രെയിമും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഉദാഹരണത്തിന് രാവിലെ നല്ല കോൺസെൻട്രേഷൻ ഒക്കെ ഉള്ള സമയത്ത് ലിറ്റററി തിയറി, ക്ലാസിക് ലിറ്ററേച്ചർ പോലെ കുറച്ച് കടുപ്പമേറിയ വിഷയങ്ങൾ പഠിക്കാം. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിലാണ് കേട്ടോ പറയുന്നത്. മോർണിംഗ് എണീറ്റ് പഠിക്കുമ്പോൾ നല്ല ശ്രദ്ധ കിട്ടുന്ന ആളുകളാണെങ്കിൽ മോർണിംഗ് ഇത്തരത്തിലുള്ള കടുപ്പമേറിയ വിഷയങ്ങൾ പഠിക്കാം. ഇനി നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാനാണ് എളുപ്പമെങ്കിൽ ആ ടോപ്പിക്സിനെ ആ ടൈമിലേക്ക് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്ന, പഠിക്കാൻ കംഫർട്ടബിൾ ആയ ടൈമിൽ വേണം ഇത്തരം കുറച്ച് ടഫായ ടോപ്പിക്സ് ടൈം എടുത്തിരുന്ന് പഠിക്കാം. പിന്നെ വൈകുന്നേരം കേരള റിനൈസൻസ് പോലെയുള്ള ടോപ്പിക്സ് ഒരു 10-20 MCQ അല്ലെങ്കിൽ PYQ ഒക്കെ സോൾവ് ചെയ്യുക. രാത്രി കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഈ PYQകളുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഇൻഫോസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തന്നെ റിവിഷൻ ചെയ്യുക.
റിവിഷൻ വളരെ മസ്റ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിന്റെ വളരെ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ പോലും അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് നോട്ട്സ് ഉണ്ടാക്കാനും ഒരുപാട് സമയമെടുക്കും. അതുപോലെ റിവൈസ് ചെയ്യാനും ഒരുപാട് സമയമെടുക്കും. എപ്പോഴും നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ മറ്റോ പഠിക്കുകയാണെങ്കിൽ അതിലെ നോട്ട്സ് വളരെ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. സോ എക്സാമിന്റെ ടൈമിലേക്ക് അത് റിവൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ അതൊരു പിക്ചർ പോലെ തങ്ങി നിൽക്കും. അപ്പോൾ റിവിഷൻ വളരെ കുറച്ച് മെറ്റീരിയൽ റിവിഷൻ ആയിട്ട് കരുതി വയ്ക്കുക. ആ മെറ്റീരിയൽ തുടർച്ചയായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ റിവിഷൻ പ്ലാൻ യൂസ്ഫുൾ ആയോ എന്ന് വീഡിയോ കമന്റ്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ റിവിഷൻ പ്ലാൻ എന്താണ്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ പ്ലാൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ്, സ്റ്റഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ, ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ കൂടി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള റിനൈസൻസിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വിജയത്തിലേക്ക് ഒരുമിച്ച് തുടങ്ങാം.